ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാം യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, അല്ലാഹുവിനെ അറിഞ്ഞ് ഉൾക്കൊണ്ട് വഴിപ്പെടുന്ന സത്യവിശ്വാസികളാണ് നമ്മളെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം പേടിക്കാനൊന്നുമില്ല, ആശങ്കയ്ക്ക് ഒരു വകയുമില്ല. താൽക്കാലികമായ പരാജയങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒരുപക്ഷെ വന്നേക്കാം. അത്തരം പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും തളരാതെ മനക്കരുത്തോടുകൂടെ അചഞ്ചലമായ ഈമാനോടുകൂടെ അല്ലാഹുവിനെ മുറുകെ പിടിച്ച് നിലകൊള്ളുന്ന വിശ്വാസികൾക്ക് മോചനം സുനിശ്ചിതമാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ ഓഫർ തരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയും കൊടും ഭീകരനുമായിരുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹ്, അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട വർഗീയവാദി. ഈജിപ്തിന്റെ മണ്ണിൽ ഖിബ്തി വംശകരുടെ വംശീയത പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ഇസ്രായേലി മക്കളെ, ന്യൂനപക്ഷങ്ങളെ ചവിട്ടി തേച്ചുകൊണ്ട്, അവരെ അടക്കി ഒതുക്കി ഭരിച്ചുകൊണ്ട്, അവരെ നിരന്തരം മർദ്ദിച്ചുകൊണ്ട്, അവശരാക്കിക്കൊണ്ട്, അവരിലെ ആൺകുഞ്ഞുങ്ങളെ ക്രൂരമായി അറുകൊല ചെയ്തുകൊണ്ട് കിരാത ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഫറോവ എന്ന് പറയുന്ന ദുഷ്ടനായ ചക്രവർത്തി, ആ ചക്രവർത്തിയിൽ നിന്ന്, ഫിർഔനിന്റെ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന്, വർഗീയതയിൽ അധിഷ്ഠിതമായ ഭരണത്തിൽ നിന്ന് പാവങ്ങളായ ന്യൂനപക്ഷമായ ഇസ്രായേലി മക്കളെ അല്ലാഹു മോചിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ഫറോവയെ എന്നേക്കുമായി തകർത്ത് കളയുകയും ചെയ്ത ആ ചരിത്രം അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തന്നുകൊണ്ട് അടിവരയിട്ട് അല്ലാഹു ഒരു ഓഫർ തരുന്നുണ്ട്. ഫറോവയുടെ പതനവും ന്യൂനപക്ഷമായ മർദ്ദിതരായ ഇസ്രായേല്യരുടെ വിജയവും, അതിന്റെ ചരിത്രം നമ്മുടെ ഈ ഉമ്മത്തിന്റെ മുന്നിലേക്ക് വെച്ച് തന്നുകൊണ്ട് അടിവരയിട്ട് അല്ലാഹു ഒരു ഓഫർ തരുന്നുണ്ട് എല്ലാ കാലത്തുമുള്ള ഏകദൈവ വിശ്വാസികൾക്ക് വേണ്ടി. അതിങ്ങനെയാണ്. സൂറത്തുൽ ഖസസിന്റെ 5-ാമത്തെ വചനം അതാണ് പറയുന്നത്. ആ ഓഫർ, മർദ്ദിത ജനകോടികളെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളെ, ചവിട്ടി മെതിക്കപ്പെടുന്ന ഏകദൈവ വിശ്വാസികളെ, നിങ്ങൾക്ക് ഞാനിതാ നിങ്ങളുടെ ഉടമസ്ഥനായ, നിങ്ങളുടെ ശത്രുക്കളുടെ ഉടമസ്ഥനായ, നിങ്ങളുടെ രാജ്യത്തിന്റെ അധികാരിയായ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ വ്യവസ്ഥാപിതമായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വെച്ചു തരുന്ന ഒരു ഓഫർ. അതെന്താ? വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർള് വനജ്അലഹും അഇമ്മതൻ വനജ്അലഹുമുൽ വാരിസീൻ. എന്നും മുസ്ലിങ്ങളായ നമുക്ക് പ്രതീക്ഷ നൽകുന്ന അല്ലാഹുവിന്റെ വാക്കാണത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, സിറിയയിലെയും ഫലസ്തീനിലെയും മറ്റെവിടെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ, അവർക്ക് അല്ലാഹു പ്രതീക്ഷ കൊടുത്ത ഒരു വാക്കാണത്. വെറും പ്രതീക്ഷയല്ല, ചരിത്രത്തിന്റെ താളുകളിൽ പലപ്പോഴും അല്ലാഹു ആ ഓഫർ വകവെച്ച് കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വനുരീദു, നാം ഉദ്ദേശിക്കുന്നു, നാം പ്ലാൻ ചെയ്തിരിക്കുന്നു, നാം തീരുമാനമെടുത്തിരിക്കുന്നു. അന്നമുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർള്, ഭൂമിയിൽ നിന്ദ്യരായി, നിസാരരായി, ബലഹീനരായി കഴിഞ്ഞുകൂടുന്ന വിഭാഗത്തിന് നന്മ ചെയ്യാൻ, സഹായം ചെയ്യാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. വനജ്അലഹും അഇമ്മതൻ, നേതാക്കന്മാരാക്കാൻ, അധികാരികളാക്കാൻ,
അടിച്ചമർത്തപ്പെട്ട അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അധികാരികളാക്കാൻ നാം തീരുമാനിച്ചിട്ടുണ്ട്. വനജഅലഹുമുൽ വാരിസീൻ, ഭൂമിയുടെ അനന്തരാവകാശികളാക്കാൻ, അവരെ ഭൂമിയുടെ അനന്തരാവകാശികളാക്കാനും നാം തീരുമാനിച്ചിട്ടുണ്ട് എന്ന അള്ളാഹുവിന്റെ ഒരു ഓഫർ. ഇത് ഖുർആനാണ്. ഇതിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട്, ഇതിൽ വിശ്വസിച്ചുകൊണ്ട്, ഇതിൽ ഉറപ്പിച്ചുകൊണ്ട് ഇവിടത്തെ സത്യവിശ്വാസികളായ നാം മുന്നോട്ടു പോവുക. സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, ശാന്തിയുടെ മാർഗങ്ങളിലൂടെ പ്രകോപനങ്ങൾക്കോ വികാരങ്ങൾക്കോ വശംവദരാകാതെ ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ക്വാളിറ്റികളോടുകൂടെ നാം ഇസ്സത്തോടുകൂടെ തുടർന്നും ഈ രാജ്യത്ത് ജീവിക്കും. അതിന് അല്ലാഹു നമുക്ക് അവസരം തരുമാറാകട്ടെ. അതിലൊന്നും നമ്മളിപ്പോ ബേജാറാകണ്ട. ഇങ്ങനെയൊക്കെ വരുമെന്നും ഇത് നമ്മെ ഒന്ന് ഉടച്ചു വാർക്കാൻ വേണ്ടിയാ. അപ്പൊ റമളാന് മുസ്ലിമീങ്ങളെ ഓരോ വർഷത്തിലും റമളാൻ ഫാക്ടറിയിലിട്ട് ഒന്ന് റെഡിയാക്കി സംസ്കരിച്ചെടുക്കുകയാണ്. ഇതുപോലെ പല രാജ്യക്കാരെയും അള്ളാഹു പരീക്ഷിക്കും. സിറിയയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ രോദനം കേട്ടപ്പോ നമ്മളൊക്കെ ഒരു ചെവിയിലൂടെ കേട്ടു, മറു ചെവിയിലൂടെ വിട്ടു. ഫലസ്തീനിന്റെ മണ്ണിൽ പിഞ്ചു പൈതങ്ങളടക്കം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും ക്രൂരമായി വെടിയേറ്റ് പിടഞ്ഞു മരിക്കുമ്പോൾ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഒരു നടുക്കമുണ്ടാകുമെങ്കിലും നമ്മുടെ സഹോദരന്മാരുടെ വേദന എന്താണെന്നറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അനുഭവമാണോ, ഒരു പരീക്ഷണമായി അള്ളാഹു തൽക്കാലം നമുക്ക് ഇറക്കുന്നത്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള മാർഗം നാം സംസ്കൃതരാവുക, നാം നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ നന്നാകും. അതിനു വേണ്ടിയാണ് റമളാൻ. മാനസിക സംസ്കരണത്തിന്റെ വിഷയമാണ് കഴിഞ്ഞയാഴ്ചയും അതിന്റെ മുമ്പുള്ള ആഴ്ചയും റമളാനിന് മുമ്പും നാം സംസാരിച്ചു വരുന്നത്. മനുഷ്യ മനസ്സിനെ സമുദ്ധരിക്കേണ്ടതെങ്ങനെ, ഏതു രൂപത്തിൽ, എന്താണതിന് മാർഗം എന്നതാണ് നാം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം അത് പഠിക്കുക, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുക. എങ്കിൽ നമുക്ക് ബേജാറുണ്ടാകൂല. ഖാറൂനിനെ പേടിക്കാത്ത, നമ്രൂദിനെ പേടിക്കാത്ത, ഫിർഔനിനെ പേടിക്കാത്ത, അബൂജഹിലിനെ പേടിക്കാത്ത, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച നമ്മുടെ പൂർവികരുടെ പാതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം. ലൗകിക ഭൗതിക പൂജകരായി ഈ ദുനിയാവിനെ അള്ളിപ്പിടിച്ചു നിന്ന് അള്ളാഹുവിനെയും റസൂലിനെയും അവഗണിക്കുകയും മറക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിൽ നിന്ന് നമുക്കൊന്ന് ചേഞ്ച് ആകേണ്ടതുണ്ട്. അതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മനസ്സിനെ നാം സംസ്കരിക്കുക. എന്നിട്ടൊരു ഉറച്ച ഈമാൻ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം. എന്നിട്ട് ഇസ്സത്തോടെ, അഭിമാനത്തോടെ, ഒരു ശത്രുവിന്റെ മുന്നിലും മുട്ടുവിറയ്ക്കാതെ, ഒരു ശത്രുവിന്റെ മുന്നിലും ഓച്ചാന പാടാതെ, അല്ലാഹുവിന്റെ മുന്നിൽ മാത്രം കുനിഞ്ഞു നിന്നുകൊണ്ടുള്ള ജീവിതം. അതിനെന്താ വേണ്ടത്? നാം നമ്മെ സംസ്കരിക്കണം. അതിനുള്ള മാർഗം പറഞ്ഞു. ഇന്ന് മറ്റൊരു മേഖലയാണ് നഫ്സ് അമ്മാറയുടെ, മനുഷ്യ മനസ്സിന്റെ, ദുഷിച്ച മനസ്സിന്റെ മറ്റൊരു ലക്ഷണമാണ്, അടയാളമാണ് ബുഖ്ല് അഥവാ പിശുക്ക് മനോഭാവം, ലുബ്ധ സ്വഭാവം. നമ്മുടെ അധീനത്തിലുള്ള പണം, ധനം, ആ ധനം കെട്ടിപ്പൂട്ടി വെക്കുന്ന, പിശുക്കി നിക്ഷേപമാക്കി വെക്കുന്ന ഒരു മനോഭാവം നഫ്സ് അമ്മാറയുടെ സഹജ ഗുണമാണ്. മനുഷ്യ മനസ്സിന്റെ നേച്ചറാണ് പിശുക്ക് മനോഭാവം എന്നത്. മനസ്സനുവദിക്കില്ല. ദാനധർമ്മങ്ങൾ കുരുങ്ങുമ്പോ മനസ്സ് തടയും. നിർബന്ധ ദാനമായ 2.5% സക്കാത്ത് കൊടുക്കാൻ തീരുമാനമെടുക്കുമ്പോ മനസ്സ് മന്ത്രിക്കും, അരുത്. ആ മനസ്സിൽ വന്ന് പിശാച് അവന്റെ ഉപദേശം നൽകും. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. പിശാച് വന്ന് നിങ്ങളെ ഭീതിപ്പെടുത്തും, നിങ്ങൾക്ക് താക്കീത് തരും. ഫഖറിന്റെ, ദാരിദ്ര്യത്തിന്റെ കാര്യത്തില്,
2.5% സക്കാത്ത് കൊടുക്കാൻ ഒരുങ്ങുമ്പോ തീർന്നു പോകുമെടാ, കൊടുക്കണ്ട, അല്ലെങ്കിൽ കുറഞ്ഞു പോകുമെടാ, കൊടുത്തു പോകരുത് എന്നുള്ള വാഴകൾ, മുന്നറിയിപ്പുകൾ പിശാച് ആ മനസ്സിൽ വന്ന് ഇട്ടു തരികയും ചെയ്യും. ഈ മനോഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാരോ അവർ മാത്രമാണ് വിജയികൾ. പിശുക്ക് മൈൻഡിൽ നിന്ന്, ലുബ്ധ സ്വഭാവത്തിൽ നിന്ന് ആരൊക്കെ റിലീസാകുന്നുവോ, ആരൊക്കെ രക്ഷപ്പെടുന്നുവോ അവർ മാത്രമാണ് വിജയിക്കുന്നവർ എന്ന് അല്ലാഹു ഖുർആനിലൂടെ. നിങ്ങളുടെ ധനം നിങ്ങളെ തിരിഞ്ഞുകുത്തും, നിങ്ങളുടെ പണം നിങ്ങളുടെ നാശത്തിന് കാരണമാകും. നിങ്ങളുടെ കുടുംബങ്ങളിൽ പലരും നിങ്ങളുടെ ശത്രുക്കളായിട്ടുണ്ടാകും. അതുകൊണ്ട് ഫത്തഖുല്ലാഹ മസ്തതഅ്തും, അല്ലയോ മുഅ്മിനീങ്ങളെ, സാധ്യമാകും വിധം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വസ്മഊ വഅതീഉ, അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ, അധ്യാപനങ്ങൾ, ഖുർആനിക വചനങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഓതപ്പെട്ടാൽ, നിങ്ങളുടെ മുമ്പാകെ വിവരിക്കപ്പെട്ടാൽ അലസമായി അലംഭാവത്തോടെ തള്ളിക്കളയാതെ വസ്മഊ, നിങ്ങൾ ചെവി കൂർപ്പിച്ച് മനസ്സിരുത്തിയത് കേൾക്കണം. വഅതീഉ, കേട്ടുപോയാൽ പോരാ, ആ കേട്ടതിനനുസരിച്ച് നിങ്ങൾ വഴിപ്പെടണം. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെടുകയും വേണം. വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസിക്കും, നിങ്ങൾക്ക് തന്നെ ഗുണകരമായ വിധത്തിൽ നിങ്ങളുടെ ധനം നിങ്ങൾ ചിലവഴിക്കണം. ഖൈറായ വിധത്തിൽ, നല്ല മാർഗങ്ങളിൽ നിങ്ങളുടെ ധനം നിങ്ങൾ ചിലവഴിക്കണം. وَمَنْ يُوقَ شُحَّ نَفْسِهِ فَأُولَئِكَ هُمُ الْمُفْلِحُونَ. മനസ്സിന്റെ പിശുക്ക് മൈൻഡിൽ നിന്ന്, മനസ്സിന്റെ ലുബ്ധ സ്വഭാവത്തിൽ നിന്ന് ആരൊക്കെ രക്ഷപ്പെട്ടുവോ ഫഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയിക്കുന്നവർ, അവർ മാത്രമാണ് രക്ഷപ്പെടുന്നവർ, അവർ മാത്രമാണ് സ്വർഗാവകാശികൾ. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാകും ഈ മൈൻഡ്. ഏത് മൈൻഡ്? കീശിന്ന് ഇതിന് പൊക്കുമ്പോഴേ ഒന്നും വേണ്ട, കടേന്ന് സാധനം മേടിച്ചു വീട്ടിലേക്ക്, പച്ചക്കറി സ്ഥിരം മേടിക്കുന്ന കടേന്നാണ്, അതിന്റെ കാശ് കൊടുക്കാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോ കാണാൻ അങ്ങോട്ട് തന്നെ വീണ, പിന്നെ തരാട്ടോ, അത് കൊടുത്ത അപ്പടെ തീർന്നു. എന്നാലും അത് അവിടെ തന്നെ ഇളകുന്നത് ഒരു ബുദ്ധിമുട്ട്. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവ. ആരെയും സഹായിക്കൂല, കെട്ടിപ്പൂട്ടി വെക്കുന്ന മൈൻഡ്. ഇത് അപകടമാണ്. ഇതിൽ നിന്ന് രക്ഷ കിട്ടാതെ, ഇതിൽ നിന്ന് മോചനമില്ലാതെ ഒരാളും രക്ഷപ്പെടൂല. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഫസ്ലിന്റെ ലമീറിട്ടാ പറഞ്ഞത് അവർ മാത്രമേ വിജയിക്കുള്ളൂ. ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? സമ്പത്തിനെ കുറിച്ചുള്ള വീക്ഷണം ക്ലിയർ ആക്കുക. ധനം എന്താണ്, പണം എന്താണ്, പണം എന്തിനാണ് എന്നീ ചോദ്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായ ആൻസർ കണ്ടെത്തിയാൽ ഈ പിശുക്ക് മൈൻഡ് മാറിക്കിട്ടും. സമ്പത്തിന്റെ ഉടമാവകാശത്തിന്റെ കാര്യത്തില്, ധനത്തിന്റെ അധികാര വിഷയത്തില് ലോകത്ത് 3 വീക്ഷണങ്ങളാണ് ഉയർന്നു കേട്ടത്. ഒന്നാമത്തെ വീക്ഷണം, ലോകത്ത് സാർവത്രികമായി പ്രയോഗവൽക്കരിക്കപ്പെട്ട ഒരു വീക്ഷണമാണ്, സമ്പത്ത് എന്ന് പറയുന്നത്, പണം, ധനം എന്ന് പറയുന്നത് ഓരോ സ്വകാര്യ വ്യക്തികളും അധ്വാനിച്ച് കച്ചവടം ചെയ്ത് പരിശ്രമിച്ച് സമ്പാദിച്ചതാകയാൽ, ഓരോ വ്യക്തികളും ഉണ്ടാക്കിയതായതിനാൽ അത് വ്യക്തികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന്റെ പരമാധികാരി അത് ഉണ്ടാക്കിയ സമ്പാദിച്ച വ്യക്തികൾ മാത്രമാണ്. അതിന്റെ അധികാരത്തിൽ ഗവൺമെന്റുകൾക്കോ മറ്റാർക്കും യാതൊരു അധികാരവുമില്ല എന്ന ഒരു വീക്ഷണം. ഇത് ക്യാപിറ്റലിസമാണ്, മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതി. മുതലാളിത്തം ഇതാ പറയുന്നത്, വ്യക്തികൾ സമ്പാദിക്കുന്നു, അത് വ്യക്തികളുടെ ഇഷ്ടമാണ്, അതിൽ മറ്റാർക്കും ഒരു പങ്കോ അധികാരമോ ഇല്ല. ഇതാണ് ക്യാപിറ്റലിസ സാമ്പത്തിക വ്യവസ്ഥിതി. പിന്നെ ലോകത്ത് കേട്ട മറ്റൊരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ധനമെന്ന് പറയുന്നത്, പണം, സമ്പത്ത് എന്ന് പറയുന്നത് അത് ഭൂമിയുടെ പ്രൊഡക്റ്റ് ആണ്.
ഭൂമിയിൽ നിന്നാണ് ധനമുണ്ടാകുന്നത്. അത് ഓരോ മുതലാളിമാർ കൈയടക്കി വെക്കാൻ പാടില്ല, വ്യക്തികൾ കൈയടക്കി വെക്കാൻ പാടില്ല. കാരണം ധനം സമൂഹത്തിൻ്റെതാണ്, ഈ ഭൂമിയിലെ ജനങ്ങളുടേതാണ് ധനം. അതുകൊണ്ട് മുതലാളിത്തം തുലയട്ടെ, ഫ്യൂഡലിസം തകരട്ടെ, ഇൻകുലാബ് സിന്ദാബാദ്. ഇതാണ് സോഷ്യലിസത്തിന്റെ അടിസ്ഥാന വീക്ഷണം. മൂന്നാമതൊരു വീക്ഷണം, അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വീക്ഷണമാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ മൂന്നാമത്തെ വീക്ഷണം ഇസ്ലാമിക കാഴ്ചപ്പാടാണ്. അതെന്താ? ക്യാപിറ്റലിസം അല്ല അത്, സോഷ്യലിസം അല്ല അത്. എന്നാൽ രണ്ടിലുമുള്ള ഗുണങ്ങൾ ചേർത്തിണക്കിക്കൊണ്ട് തികച്ചും പ്രായോഗികമായത് മാത്രം പഠിപ്പിക്കുന്ന സർവേശ്വരനായ അള്ളാഹുവിന്റെ നിയമം എന്താ? ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി വ്യക്തികൾ അധ്വാനിച്ചു ഉണ്ടാക്കിയതായതിനാൽ, വ്യക്തികളുടെ പരിശ്രമ ഫലമായതുകൊണ്ടു തന്നെ വ്യക്തികൾക്കതിൽ ക്രയവിക്രയാധികാരമുണ്ട്, വ്യക്തികൾക്കത് ചിലവഴിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. എന്നാൽ ആ ധനത്തിന്റെ പരമാധികാരി അവനല്ല, വ്യക്തിയല്ല. എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ടെങ്കിൽ ആ സ്വത്ത് ഉപയോഗിക്കാനും അതിന്റെ ക്രയവിക്രയത്തിനുമുള്ള അവകാശം എനിക്ക് വകവെച്ച് തരുന്നതോടൊപ്പം ആ 1,00,000 രൂപയുടെ പരമാധികാരി, യഥാർത്ഥ ഉടമാധികാരി ഞാനല്ല. പിന്നെയോ എന്റെയും കൂടെ ഉടമസ്ഥനായ ആ അദൃശ്യ ശക്തിയായ റബ്ബുൽ അലീമായ അല്ലാഹുവാണ് ആ ധനത്തിന്റെ പരമാധികാരി. അവൻ എന്റെയും കൂടി അധികാരിയാണ്. അവന്റെ ഹിതമനുസരിച്ച് മാത്രമേ വ്യക്തി അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി. ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ ഒരു ഭാഗത്ത് ഇത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. दी खुदाया जमीन तेरी नहीं तेरी नहीं. ഭൂ ഉടമയായ മുതലാളി, ഒരുപാട് ഭൂസ്വത്തുള്ള, ഒരുപാട് സമ്പത്തുള്ള വ്യക്തി അവനോട് പറയുന്നു, ദീ ഖുദായേ ജമീൻ തേരി നഹി തേരി നഹി. ഈ ഭൂമിയുണ്ടല്ലോ, ഭൂസ്വത്തുണ്ടല്ലോ, ഇവിടത്തെ ധനങ്ങളുണ്ടല്ലോ, നിക്ഷേപങ്ങളുണ്ടല്ലോ, ഫലങ്ങളുണ്ടല്ലോ, മോനെ അത് നിന്റെതല്ല, നീ ഉണ്ടാക്കിയതുമല്ല. തേരേ ആബാ കീ നഹി തേരി നഹി മേരി നഹി. അത് നിന്റെ പൂർവീക പിതാക്കളുടേതല്ല, നിന്റെ വാപ്പുണ്ടാക്കിയതാണ് നിനക്ക് കിട്ടിയത് എന്ന് നീ വിചാരിക്കേണ്ട. അങ്ങേരുണ്ടാക്കിയതല്ല, അങ്ങേരുടെ അധ്വാന ഫലമല്ല, അത് എന്റേതുമല്ല, നിന്റെ പിതാക്കളുടേതുമല്ല, നിന്റേതുമല്ല. പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവാണ് അതിന്റെ പരമാധികാരി. ഈ മൂന്ന് വീക്ഷണങ്ങളിൽ ആദ്യം പറഞ്ഞ ക്യാപിറ്റലിസവും സോഷ്യലിസവും അശാസ്ത്രീയവും അപ്രായോഗികവുമാണ്. ക്യാപിറ്റലിസം ചൂഷണവും സ്വാർത്ഥതയും വളർത്തുമ്പോൾ, സോഷ്യലിസം മനുഷ്യന്റെ കഴിവുകളെയും അധ്വാനങ്ങളെയും സാമർത്ഥ്യങ്ങളെയും നിരാകരിക്കുന്നു. രണ്ടും അശാസ്ത്രീയമാണ്. ക്യാപിറ്റലിസം പ്രയോഗവൽക്കരിച്ച ലോകങ്ങളും രാജ്യങ്ങളുമൊക്കെ തകർന്ന് തരിപ്പണമായത് നാം കണ്ടു. സോഷ്യലിസത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി പ്രയോഗവൽക്കരിച്ച ഒരുപാട് രാഷ്ട്രങ്ങളും പരാജയത്തിന്റെ പടുകുഴിയിൽ വീണത് നമ്മൾ കണ്ടു. ലോകം അംഗീകരിക്കാൻ തുടങ്ങി ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് കുറ്റമറ്റതെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാത്രല്ല ഈ മുതലാളിത്തം എന്ന് പറയുന്നത് അത് ആധുനിക ലോകത്തിന്റെ ഉൽപ്പന്നമൊന്നുമല്ല, പൗരാണിക ലോകത്തുണ്ട്. വിശുദ്ധ ഖുർആൻ മുതലാളിത്തത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നത് ഖാറൂൻ ലഅനത്തുള്ളയെയാണ്. ഖാറൂൻ മുതലാളി, അയാള് ലോകത്ത് വിളിച്ചു പറഞ്ഞു മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യം മുഴക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത ആശയത്തിന്റെ വ്യക്തിയാണ് ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി. അയാൾ നല്ല ആളായിരുന്നു. വഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, ഖുർആൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഖാറൂൻ മുതലാളി ഉണ്ടല്ലോ, അവൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ഒരാളായിരുന്നു. തഫ്സീറിൽ കാണാൻ സ്വന്തം കൊച്ചാപ്പയുടെ പുത്രനായിരുന്നു, പരമദരിദ്രനായിരുന്നു, പാവയായിരുന്നു. മൂസാ നബിയുടെ മുന്നിൽ വന്ന് അപേക്ഷിച്ചു, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങ് കാണുന്നില്ലേ? അങ്ങ് അള്ളാഹുവുമായി ഇടപെടുമ്പോ
പടച്ച തമ്പുരാനുമായിട്ടുള്ള മുനാജാത്ത് നടത്തുമ്പോ എനിക്കല്പം സ്വത്ത് തരാനൊന്ന് അപേക്ഷിച്ചുകൂടെ? കലീമുള്ള പറഞ്ഞു, ഖാറൂൻ, നീ ജീവിച്ചു പോകുന്നില്ലേ? നീ ഇതുവരെ പട്ടിണി കിടന്ന് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ടൊന്ന് ക്ഷമിക്ക് ഖാറൂനെ, സഹിക്ക്, ധനം അത്ര മതി. ഖാറൂൻ വിട്ടില്ല. മൂസാ നബിയെ പിന്തുടർന്ന് വീണ്ടും വീണ്ടും അപേക്ഷ നടത്തി. പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒടുവില് മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. ദുആയുടെ ഫലമായി നിരവധി ആടുകളും കാലിസമ്പത്തും ഭൂസ്വത്തും ഖാറൂന്റെ വരുതിയിൽ വന്നു. ഖാറൂൻ അതിലങ്ങ് എൻഗേജ്ഡായി. ആദ്യം ധ്യാനത്തിനും പ്രാർത്ഥനക്കും ഖാറൂനെ കാണാണ്ടായി. അങ്ങനെയല്ലോ, ഇല്ലാത്ത നേരത്ത് പള്ളിയിൽ 24 മണിക്കൂറും കുത്തിയിരിക്കും. കുറച്ച് ഇടപാടുണ്ടെങ്കിൽ പിന്നെ ആദ്യം ജമാഅത്തിന് കാണൂല, പിന്നെ ജുമാക്കും കാണൂല. എവിടെയായിരുന്നു? ഞാൻ ബാംഗ്ലൂരിൽ നിന്നിട്ടുള്ള റണ്ണിങ്ങിലായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടാവുക. ഖാറൂൻ മുതലാളിക്ക് ആദ്യം പറ്റിയ കുഴപ്പം പ്രാർത്ഥനക്ക് മിസ്സായി തുടങ്ങി. അവസാനം അവൻ ക്യാപിറ്റലിസത്തിന്റെ മുദ്രാവാക്യം മുഴക്കി. പാവപ്പെട്ടവർക്ക് ഖാറൂനെ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിന്നെ അനുഗ്രഹിച്ചതുപോലെ, നിനക്ക് ഗുണം ചെയ്തതുപോലെ, നിനക്ക് സമ്പൽ സമൃദ്ധി തന്നതുപോലെ അതിന് പകരമായി ഒരു നന്ദി എന്നോണം പാവപ്പെട്ടവർക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഖാറൂൻ പറഞ്ഞ മുദ്രാവാക്യം ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇത് ഞാൻ അധ്വാനിച്ചതാ, എന്റെ യോഗ്യത കൊണ്ട് എനിക്ക് കിട്ടിയതാ, എന്റെ വിയർപ്പിന്റെ ഫല, ഇത് ഞാൻ തീരുമാനിക്കുന്നു. ഈ മൈൻഡ് മുസ്ലിം മുതലാളിമാരില് നല്ലൊരു ശതമാനത്തിനുണ്ട്. നാവ് കൊണ്ട് പറയില്ലാന്നേ ഉള്ളൂ. ഇത് ഖാറൂനിസമാണ്, ഇത് ക്യാപിറ്റലിസമാണ്, ഇത് ഇസ്ലാമിന് അന്യമായ സംസ്കാരമാണ്. ഖുർആൻ അടച്ചാക്ഷേപിച്ച ഒരു രീതിയാണ് ഇത്. തുറന്നു പറയൂല, ചിലപ്പോ പറയും ചെയ്യൂട്ടോ, നിനക്കെന്താ അതില് കാര്യം, ഇതെന്റെതാ, ഇത് ഞാൻ തീരുമാനിക്കും, ഞാൻ എന്ന് പറയുന്നത് ഖാറൂനിന്റെ മുദ്രാവാക്യമാണ്. ആ ദുഷ്ടനായ മുതലാളിയെ അല്ലാഹു ഒടുവിൽ എന്ത് ചെയ്തു എന്നും അവന്റെ പര്യവസാനം ഏതു രൂപത്തിലെന്നും ഖുർആനിലൂടെ വരച്ചു കാണിക്കുന്നുണ്ട്. അവനെ അവന്റെ കൊട്ടാരത്തോടൊപ്പം അവന്റെ ഭവനത്തോടൊപ്പം ഭൂമിയിലേക്ക് നാം ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 3 ഹജ്ജ് ചെയ്ത, 8 ഉംറ ചെയ്ത, പപ്പട വട്ടത്തിൽ നിക്കാരത്തഴമ്പുള്ള മമ്മദു ഹാജി ഇങ്ങനെയുള്ള മൈൻഡുള്ളവനാണെങ്കിൽ അവൻ ഖാറൂനിന്റെ പാർട്ടിക്കാരനാ, അവൻ ഖാറൂനിന്റെ അനുയായിയാണ്, അവൻ മുതലാളിത്ത ഫ്യൂഡലിസം മെന്റാലിറ്റി ഉള്ള ആളാണ്, അവൻ ഇസ്ലാമിന്റെ സംസ്കാരമുള്ള ആളല്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഭക്തജനങ്ങൾ മുത്തഖികളുടെ ശൈലിയും അവരെ സംസ്കാരം പറഞ്ഞെടുത്ത് ആരാണ് മുത്തഖി എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു പറയുന്നുണ്ട്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ പ്രയോഗം നോക്ക്, ആരാ ഭക്തര്, മുത്തഖി ആരാ, റമളാൻ ഫലിച്ചവരാരാ, നിസ്കാരവും നോമ്പും ഹജ്ജൊക്കെ ഫലം ചെയ്തവരാരാ, ഈമാൻ കൊണ്ട് ഫലം സിദ്ധിച്ചവരാരാ, മുത്തഖികൾ. ആ മുത്തഖി ആരാ? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം നൽകിയതിൽ നിന്ന്, ശ്രദ്ധിക്കണം കേട്ടോ, നാം ഏൽപ്പിച്ചതിൽ നിന്ന് അല്ലാഹു പറയാണ്, നാം കൊടുത്ത ധനത്തിൽ നിന്ന്, നാം ഏൽപ്പിച്ചു കൊടുത്ത പണത്തിൽ നിന്ന് എന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് തീരുള്ളൂ, മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കൊരാൾ 5 ലക്ഷം രൂപ തന്നേൽപ്പിച്ചു. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, നിന്റെയും നിന്റെ ആശ്രിതരായ കുടുംബത്തിന്റെയും അത്യാവശ്യ ചിലവുകൾക്ക് വേണ്ടി ഉപയോഗിച്ചോ. അതിൽ നിന്നൊരു 2.5% പരമദരിദ്രരായ പട്ടിണിപ്പാവങ്ങൾക്ക് നീ കൊടുത്തോളണം. അതിന്റെ ശേഷം അത്യാവശ്യക്കാർ നിന്റെ മുന്നിൽ വന്നാൽ അതിൽ നിന്ന് മിച്ചമുള്ളതിൽ നിന്ന് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്നിട്ട് ആ 5 ലക്ഷം രൂപയും പിടിച്ചു വെക്കുന്ന ആ സ്വഭാവത്തിന്റെ പേരെന്താ? കൊടുംചതി എന്നല്ലേ? നിങ്ങളെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ ഉപയോഗിച്ചോ, നിനക്കുള്ള തന്നെയാണ്, നീ പട്ടിണി മാറ്റിക്കോ, കുടുംബത്തെ തീറ്റിച്ചോ, എന്നിട്ട് 2% അത് ഇന്നാൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. അത് മുഴുവൻ കൈയടക്കി വെക്കുന്നതിന്റെ പേര് കൊടുംചതി എന്നല്ലേ? അല്ലേ?
അത് വലിയ ദുഷ്ടത്തരമല്ലേ, വലിയ നീതികേടല്ലേ പ്രിയമുള്ളവരെ? ഇതിനേക്കാൾ വലിയ നീതികേടാണ്, അക്രമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് അവൻ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് നീ വെറുതെ ഉണ്ടാക്കും. നിന്നെ ആരാ സൃഷ്ടിച്ചത്? നിന്റെ ആരോഗ്യം ആരാ തന്നത്? നിനക്ക് ഈ ബിസിനസ്സിനുള്ള മൈൻഡും അതിനുള്ള കഴിവും ആരാ തന്നത്? നിന്റെതൊന്നുമില്ല ഇതിനകത്ത്, കംപ്ലീറ്റ് അള്ളാഹുവിൻ്റെതാ. അല്ലെങ്കിലും നിങ്ങൾ നോക്ക്, ഇവിടെ ശ്രദ്ധിച്ചോ, പണം ഉണ്ടാകുന്നത് നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ വിവരം കൊണ്ടോ നമ്മുടെ സ്മാർട്ട്നെസ് കൊണ്ടോ അല്ല. അള്ളാഹ് തരുന്നവർക്ക് ഉണ്ടാവും. അള്ളാഹ് ആർക്കാണോ കൊടുക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് പണം ഉണ്ടാവും. അധ്വാനത്തിന്റെ തോതനുസരിച്ചാണോ കൂട്ടരെ പണം ഉണ്ടാകുന്നതാണോ? അങ്ങനെയാണെങ്കിൽ കോടീശ്വരന്മാരാകേണ്ടത് നമ്മുടെ നാട്ടിൽ വന്ന് കഠിനാധ്വാനം ചെയ്യുന്ന, മഴയും വെയിലും സഹിച്ചുകൊണ്ട് 8ഉം 10ഉം 12ഉം മണിക്കൂറും പെടാപ്പാട് വിയർപ്പൊഴുക്കി ക്ലേശിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കണം കോടീശ്വരന്മാരാകേണ്ടത്. അവരാണ് ഏറ്റവും അധ്വാനിക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരായ തൊഴിലാളി വർഗം അവർ എത്ര പണിയെടുക്കുന്നുണ്ട്, പണിക്കനുസരിച്ചാ പണമെങ്കിൽ അവരല്ലേ മുതലാളിയാകേണ്ടത്. ഇപ്പുറത്തൊരു ചങ്ങാതി, ഒരു ഓഫീസ്, ഒരു ചെയർ, ഒരു ഫോണ്, ഒരു പേന, ഒരു ലെറ്റർ പാഡ്, ഹലോ, ഒരു കോള്, 2 മിനിറ്റ് കോള്, കിട്ടിയത് 2 കോടി രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ. അധ്വാനത്തിനനുസരിച്ചാണോ പണം വരുന്നത്? ആണോ? അല്ല കൂട്ടരെ, അധ്വാനത്തിനനുസരിച്ചല്ല. നീ തല കുത്തി മറിഞ്ഞാൽ പണം സമ്പാദിക്കാൻ പറ്റുമോ? അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പണത്തിന്റെ മാനദണ്ഡം അധ്വാനമല്ല, നമ്മുടെ അനുഭവമാണത്, നമ്മുടെ ബോധ്യമാണത്, നമ്മുടെ യഖീനാണത്. നീ വിദ്യാഭ്യാസം കൊണ്ട് പണം കിട്ടുമോ? ഈ മൂവാറ്റുപുഴയിൽ എത്ര എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ട്? 5 കാശിന് ഗതി ഉണ്ടാവില്ല. മരമണ്ടന്മാര്, സാക്ഷരത പോലും ഇല്ലാത്ത നിരക്ഷരരായ ആളുകൾ കോടികൾ കൊണ്ട് അമ്മാനാടുന്നുണ്ടാവും. ഒന്ന് പരിശോധിച്ചു നോക്ക് നിങ്ങളെ നാട്ടില്. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ടാണോ പണം ഉണ്ടാകുന്നത്? അല്ല. വിദ്യാഭ്യാസം പണത്തിന് ചിലപ്പോൾ തുരങ്കമായിരിക്കും എന്നതാണ് സത്യം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ അത് വല്ല കോളേജിൽ ലെക്ചറായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും. കഷ്ടിച്ചൊരു വീടൊക്കെ വെച്ച് ഒരു ചെറിയ വണ്ടിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെയാണ് പോകും. അത്രേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറം ഉണ്ടാവില്ല. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പള്ളിയിലെ കപ്പ്യാർക്ക് എഴുത്തും വായനയൊന്നും അറിയില്ലത്രേ. അപ്പൊ നമ്മുടെ പള്ളിയിലുള്ള മാതിരിയല്ല, പൊതുവെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ പുരോഹിതന്മാരും ജോലിക്കാരൊക്കെ ഹൈ എഡ്യൂക്കേറ്റഡ് ആളുകളായിരിക്കും, വിദ്യാസമ്പന്നരായിരിക്കും. അപ്പൊ കപ്പ്യർക്ക് സാക്ഷരതയിൽ നിരക്ഷരരാണ്. ഒന്ന് ABCD ഒന്നും അറിയില്ല, കണക്ക് കൂട്ടാനും അറിയില്ല. അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, കപ്പ്യരെ ഇത് ഈ പള്ളിയിൽ നടക്കൂല, അതുകൊണ്ട് ഒരു 3 മാസത്തെ സമയം തരാം. അപ്പോഴേക്ക് സാക്ഷരത കൈവരിക്കണം, അത്യാവശ്യം പ്രാഥമിക പരിജ്ഞാനം, എഴുത്തും വായനയും കണക്കൊക്കെ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു. 3 മാസം സമയം കൊടുത്തു അത്രേ. 3 മാസം കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിവാക്കി ബക്കറ്റിൽ കാലിട്ട് കപ്പ്യര് പഠിച്ചു നോക്കി. 3 മാസമായിട്ട് ABCD പോലും പഠിച്ചില്ല. അച്ഛന്റെ മുന്നിൽ വന്നപ്പോ അച്ഛൻ പറഞ്ഞു, യു ഡിസ്മിസ്, പുറത്തു പോ, നിന്നെപ്പോ പള്ളിപ്പണിക്ക് പറ്റില്ല, മണിയടിയാണ് പണി പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം വിവരം വേണം, പുറത്താക്കി. കപ്പ്യര് പള്ളിയുടെ തൊട്ടു മുന്നിലുള്ള ചെറിയ ആ ബജാറിലെ അങ്ങാടിയിൽ ഇങ്ങനെ തട്ടിത്തിരിഞ്ഞു. പള്ളിപ്പണി ഏതായാലും പോയി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആകെ ടെൻഷനായി. ഒരു ബീഡി കിട്ടിയാൽ വലിക്കായിരുന്നു. അങ്ങനെയാണല്ലോ, ടെൻഷൻ ഉണ്ടാവുമ്പോ വലിക്കുന്ന സാധനമാണ് ബീഡി. ഹാപ്പി ആവുമ്പോഴും വലിക്കും, വിശന്നാലും വലിക്കും, ഫുഡ് കിട്ടിയാലും വലിക്കും. അങ്ങനെയുള്ള ബീഡി വലിക്കുന്ന ആൾക്കാർ. നല്ല ടെൻഷൻ, ഒരു ബീഡി കിട്ടിയാൽ തിരക്കിടില്ല. ബീഡി തപ്പി വെക്കുമ്പോൾ അവിടെ ഒരു ബീഡി കടല്ല. അപ്പൊ കപ്പ്യാരെ മനസ്സിലൊരു ബുദ്ധി തോന്നി, എന്നെ പോലെ ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് വലിക്കാൻ കിട്ടാൻ പാകത്തിൽ ഒരു ബീഡിക്കട തുടങ്ങാം, ഒരു പെട്ടിക്കട. കപ്പ്യാർ ആ പള്ളിയോട് ചേർന്നൊരു പെട്ടിക്കട ഇട്ടു. ആ പെട്ടിക്കട വച്ചോടം ഡെവലപ്പായി പുരോഗമിച്ച് തൊട്ടടുത്ത റൂമിലേക്ക് മാറ്റി. ആ റൂം കപ്പ്യാര് സ്വന്തമായിട്ട് മേടിച്ച്, പിന്നെ ആ കോംപ്ലക്സ് മുഴുവൻ കപ്പ്യാര് വല്ലാത്ത ഒരു സുദീർഘ ഭാവിയൊന്നും കാലയളവൊന്നും വേണ്ടിയെന്നില്ല, സമീപ ഭാവിയിൽ തന്നെ ഒരു വലിയ കോംപ്ലക്സിന്റെ മുതലാളിയായി, ഉടമയായി നമ്മുടെ പഴയ കപ്പ്യാര് മാറി. അപ്പൊ ഈ പുരോഗതിയുള്ള കച്ചവടക്കാരെ പിന്നിലെ ബാങ്കുകാരും വരും, പിറകില് ബാങ്കുകാരും ഇങ്ങോട്ട് വരും. കിടക്കാൻ കിടപ്പാടല്ലാത്തവന് 10 പൈസ ചോദിച്ചാൽ ബാങ്കുകാർ തരൂല. സാർ, ഞങ്ങളെ സ്കീമുണ്ട്, അതിനകത്ത് ഇൻട്രസ്റ്റ് കുറവാണ്, സാർ ഇത്ര രൂപ ഓഫ് തരാം, ഇത്ര രൂപ ബിസിനസ്സിലേക്ക് ഇറക്കി തരാം. പിന്നാലെ വരും. കപ്പ്യാരെ ഫോൺ ചെയ്തു ബാങ്ക് പ്രതിനിധി. കപ്പ്യാർ വേണ്ട. പിന്നെയും വിളിച്ചു. അങ്ങനെ കുതിച്ചുയരാ കപ്പ്യാര് ബിസിനസ് രംഗത്ത്. ബാങ്ക് പ്രതിനിധികൾ മാറി വിളിച്ചു. കപ്പ്യാര് പറഞ്ഞു വേണ്ട. അവസാനം ബാങ്ക് പ്രതിനിധി കപ്പ്യാരെ നേരിട്ട് കാണാൻ വന്നു അത്രേ. വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊന്നുകൂടി ഡെവലപ്പാക്കാൻ ആഗ്രഹമില്ലേ, 1 കോടി രൂപ തരാം. അപ്പൊ കപ്പ്യാര് ഒരു സത്യം പറഞ്ഞു, എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല,
ഇനി ഇതിൻ്റെ ഡബിളാക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ നിങ്ങളെ അടുക്കൽ നിന്ന് ലോൺ എടുക്കാത്തത് എനിക്ക് എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും അറിയില്ല. ബാങ്കിൽ വന്നാൽ ചെക്ക് ലീഫ് ഒപ്പിടേണ്ടി വരും, കണക്ക് കൂട്ടേണ്ടി വരും. എനിക്കതൊന്നും അറിയാത്തതുകൊണ്ടാണ്, ആവശ്യമില്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ ബാങ്ക് പ്രതിനിധി പറഞ്ഞു അത്രേ, എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും അറിയാത്ത നിങ്ങൾ ഇങ്ങനെയായെങ്കിൽ, അതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആരാകുമായിരുന്നേനെ. കപ്പ്യർ ഒറ്റ ശ്വാസത്തിൽ മറുപടി പറഞ്ഞു, എഴുതാനും വായിക്കാനും അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കപ്പ്യരാകുമായിരുന്നേനെ. അവിടെ ഉണ്ടാവും വലിയ വലിയ ആലിമ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ബസ്സിൽ തൂങ്ങിയിട്ടാ ഒരു കാറും കൂടി ഉണ്ടാവില്ല. ആത്മീയ വിദ്യാഭ്യാസമാകട്ടെ, ഭൗതിക വിദ്യാഭ്യാസമാകട്ടെ, അല്ലേ, പാവങ്ങളായിരിക്കും. ഞാൻ തന്നെ ഓർക്കും, എൻ്റെ കൂടെ പഠിച്ചത് എൻ്റെ ബെഞ്ചിൽ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരുന്നത് വിപിൻ എന്ന് പേരുള്ള ഒരു സഹോദരനാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരുന്നത് അലവി എന്ന് പേരുള്ള ഒരു കാക്കാ പയ്യനാ. വിപിൻ നന്നായി പഠിക്കും, അവനായിരുന്നു ക്ലാസ് ലീഡർ. അവൻ്റെ താഴെ ഞാനൊക്കെ ഉണ്ടായിരുന്നത്. പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു ഞാൻ, തുറന്നു പറഞ്ഞിട്ട് എന്താ കുഴപ്പം. അപ്പൊ വിപിൻ നന്നായിട്ട് പഠിക്കും. ടീച്ചറുടെ മാനസപുത്രനാണ് വിപിൻ എന്ന് പറയുന്ന ഹിന്ദു കൂട്ടുകാരൻ. എന്നാൽ ഇടതുവശത്തുള്ള അലവിയോ ഒന്നും പഠിക്കൂല. ടീച്ചർ ഒരിക്കൽ ട്യൂത്ത് എന്ന ഇംഗ്ലീഷ് വാക്കിന് അർത്ഥം ചോദിച്ചു. അലവി അപ്പൊ ചില ക്ലൂ കൊടുത്തു ടീച്ചർ. ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ഇതാ അലവി. ഇപ്പുറത്തുള്ള ആളോ എല്ലാത്തിനും ആൻസർ പറയും. അങ്ങനെ ഞങ്ങൾ വളർന്നു, പഠിച്ചു. വിപിൻ ബിരുദ്ധാനന്തര ബിരുദം സമ്പാദിച്ചു. MA എടുത്തു, MEd എടുത്തു. ഈ വിപിൻ ഇന്ന് കൂലിത്തൊഴിലാളിയായി ജീവിക്കുന്നു. വീട് പണിക്ക് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് കല്ലുവെട്ടി ജീവിക്കുന്നു വിപിൻ. ട്യൂത്ത് എന്ന ഇംഗ്ലീഷ് വാക്കിന് അർത്ഥം പറയാത്ത അലവി എന്ന സാധനം ഉണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ 2 വട്ടം പൊട്ടിയ പലവിൻ്റെ ബാപ്പ പറഞ്ഞു, ഹിമാറെ നിന്നെ തീറ്റിപ്പോറ്റിയിട്ട് കാര്യമില്ല, പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഉമ്മാന്റെ കെട്ടുതാലി പറിച്ചു വിറ്റ് അലവിയെ ദുബൈയിലേക്ക് ഒറ്റ പറഞ്ഞേക്കല. 3 കൊല്ലം കഴിഞ്ഞ അലവി ഒരു 1.5 വരവ്. പടച്ച റബ്ബേ, വന്നിട്ട് അവൻ മേടിച്ച കാറ്, അവൻ്റെ പെർഫ്യൂം, അവൻ്റെ ഹീല് കൂടിയ ചെരുപ്പ്, അലവി ഇങ്ങനെ നടക്കുക. ഏത് ട്യൂത്ത് എന്ന ഇംഗ്ലീഷ് വാക്കിന് അർത്ഥം പറയാത്ത. ഇതാണ് സത്യം. അള്ള തരുന്നവർക്ക് കിട്ടും കൂട്ടരെ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളെ സാമർഥ്യം കൊണ്ടോ നിങ്ങളെ പരിശ്രമം കൊണ്ടോ നിങ്ങളുടെ പ്രത്യേകത കൊണ്ടോ ഉള്ളതല്ല, അല്ലാഹു തന്നതാ. വജാഹിലിൻ ജാഹിലിൻ تلقاه مرزوقا هذا الذي ترك الأوهام حائرة وصير العالما نحرير زنديقا. എത്രയെത്ര ബ്രില്യൻ്റായ അതിസമർത്ഥന്മാരായ ക്വാളിഫൈഡായ ആളുകളാണ്, അതിബുദ്ധിമാന്മാരായ ആളുകൾ. സാമ്പത്തിക രംഗത്തവരുടെ ജീവിതം ക്ലേശകരമാണ്. 10 കാശിന് ഗതിയില്ലാതെ ഈ ബുദ്ധിമാന്മാരായ വിദ്യാസമ്പന്നരായ ആളുകൾ കഷ്ടപ്പെടുമ്പോ വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ. എത്രയെത്ര പമ്പര വിഡ്ഢികളാണ് ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായിട്ട് നിനക്ക് കാണാനാകുന്നത്. പമ്പര വിഡ്ഢികൾ, ജാഹില്, ഒരു വിവരമില്ല. തൽഖാഹു മർസൂഖ, ഇഷ്ടം പോലെ പണമുണ്ട്. ഹാദല്ലദീ തറകൽ ഔഹാമ ഹായിറതൻ വസയ്യറൽ ആലിമൻ നിഹരീറ സിന്ദീഖാ. ബുദ്ധികൾ കൊണ്ട് ആലോചിച്ചിട്ട് യുക്തികൾക്കൊരു പിടുത്തവും കിട്ടാത്ത, ഒരു എത്തും പിടിയുമില്ലാത്ത ഒരു മേഖലയാണിത്. ആലോചിച്ചാൽ ബുദ്ധിയും സാമർഥ്യവും വിദ്യാഭ്യാസവും പരിശ്രമവും ഉള്ളവർക്ക് പണം ഉണ്ടാകണം. എന്നാൽ അനുഭവവും ബോധ്യവും യാഥാർത്ഥ്യവും അതിന് മറിച്ചാൻ ഇവിടെ ബുദ്ധികൾ പരിഭ്രമിക്കുകയാണ്. അവിടെയാണ് ഉടമസ്ഥനായ തമ്പുരാന്റെ ഇടപെടൽ ഒരു ബോധമുള്ള മുഅ്മിനിന് കണ്ടെത്താനാവുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങളിലുള്ള ധനം, നിങ്ങളുടെ കൈകളിൽ, അധീനത്തിൽ, അധികാരത്തിൽ, അക്കൗണ്ടിലുള്ള പണം, അത് നിങ്ങളുടേതല്ല, നിങ്ങളുടേതാണെന്ന ധാരണ നിങ്ങൾക്കുണ്ടോ? അത് അത് ഖാറൂനിസമാണ്, അത് ക്യാപിറ്റലിസം മെന്റാലിറ്റിയാണ്, അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. അല്ലാഹ് തന്നു, മുഹമ്മദിന് കൊടുത്തു, അവൻ 10ാം ക്ലാസ്സിലെ തോറ്റ ആളാ.
മറ്റാള് ബിരുദാനന്തര ബിരുദണ്ട് കഷ്ടിച്ച് ജീവിക്കുകയാണ്. അള്ള കൊടുത്തപ്പോ കിട്ടി അല്ലേ? ഈ കൊടുത്ത അല്ല, നിങ്ങളെ പടച്ച അല്ല, ആരോഗ്യം തന്ന അല്ല, ആയുസ് തന്ന അല്ല, ധനം തന്ന അല്ല, രണ്ട് കൈകളും നീട്ടി ചോദിക്കുകയാണ് ആ പണം. അല്ല തന്ന പണം അല്ല തിരിച്ചു ചോദിക്കുകയാണ്. ചുമ്മാതല്ല, പകരം തരാം. എന്താ പകരം തരുന്നത്? ഇന്നല്ലാഹശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം പകരം തരാം. അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു ഒരു കച്ചവടത്തിന് റെഡിയായിരിക്കുകയാണ്. ഇസ്തിറാ എന്ന് പറഞ്ഞ കച്ചവടത്തിൽ കൊടുത്തു മേടിക്കുന്നതിനാണ് ഇസ്തിറാ. ആ പദ ഉപയോഗിച്ചതല്ല. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹ്, ഇസ്തറാ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നു, ഒരു കച്ചവടമായിട്ട് സ്വീകരിക്കുന്നു. അൻഫുസഹും, അവരുടെ ശാരീരിക പ്രയത്നങ്ങളെ, മാനസിക അധ്വാനങ്ങളെ അള്ളാഹു മേടിക്കുന്നു, വാങ്ങിക്കുന്നു. വഅംവാലഹും, അവരെ ഏൽപ്പിച്ച അവരുടെ കരങ്ങളിലും അവരുടെ അധീനത്തിലുമുള്ള പണം അള്ളാഹു വാങ്ങിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് പകരം സ്വർഗം കൊടുക്കാമെന്ന ഓഫറോടെ, വാഗ്ദാനത്തോടെ, വാക്കോടെ, കരാറോടെ അള്ളാഹു ചോദിക്കുക. എന്നോട് ചോദിച്ചു, നിങ്ങളോടൊക്കെ അള്ള ചോദിച്ചിട്ടുണ്ട്. ഉറങ്ങിയാ മതി, എന്നപ്പോ ഈ ചോദിച്ച കഥ അറിയില്ലല്ലോ, ഒന്ന് ഉറങ്ങിക്കോ. എന്നപ്പോ അള്ള ചോദിച്ചത് അറിയില്ലല്ലോ അല്ലേ? ഈ അള്ളാഹു ചോദിക്കാൻ, അള്ള ചോദിച്ചപ്പോ ഇതിനോട് പ്രതികരിച്ചത് ജനം 4 വിഭാഗമായിട്ടാണ്. 4 തരത്തിലാണ് ജനങ്ങൾ അള്ളാഹുവിന്റെ ഈ കച്ചവട ഓഫർ, ഈ കച്ചവടത്തിന് വേണ്ടിയുള്ള റിക്വസ്റ്റിന് മറുപടി കൊടുത്തത് 4 തരത്തിലാണ്. ഒരു ടീം, അവർ മുഴുവനങ്ങ അള്ളാഹുവിന് സ്വർഗത്തിന് പകരം വിറ്റു. അവരുടെ ശരീരത്തെ, അവരുടെ മനസ്സിനെ, അവരുടെ സമ്പാദ്യത്തെ മുഴുവനായിട്ട് അള്ളാഹുവിനങ്ങ് വിറ്റു. സ്വർഗം കിട്ടട്ടെ, അതിനനുസരിച്ചുള്ള സ്വർഗം അവർക്ക് കിട്ടുക. അവർ വലിയ വില കൊടുത്ത്. ഇവരാണ് സിദ്ദീഖുകൾ. അവരുടെ അധ്യക്ഷരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ അധ്യക്ഷനാണ്. നബി തങ്ങള് അംഫിഖു, നിങ്ങൾ സ്വതക്ക ചെയ്യൂ, ഇസ്ലാമിന് വേണ്ടി തരൂ എന്ന് പറഞ്ഞപ്പോൾ ഓരോ സ്വഹാബത്തും കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ ഒരു വലിയ കിഴി വന്ന് കൊണ്ട് വെച്ചു കൊടുത്തു. അള്ളാന്റെ റസൂല് ചോദിച്ചു, മാ അബ്ഖൈതലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ കെട്ടിയോൾക്കും കുട്ടിയാക്കും എന്താ വച്ചത്? ഇത് കണ്ടിട്ട് അവർക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. മാ അബ്ഖൈതലി അഹ്ലിക ഫഖാല അല്ലാഹു വറസൂലുഹു, എന്റെ കുടുംബത്തിനും എനിക്കും അള്ളാഹുവും അവന്റെ തിരുദൂതരും മതി തങ്ങളെ. ഒരു 10 ഫിൽസ്, ഒരു 5 പൈസ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. മുഴുവൻ കൊടുക്കുന്ന ടീം ഇത് സിദ്ദീഖുകളാണ്. ഹൈ പവർ പാർട്ടിയാണ്, VVIP കളാണ്. നമ്മൾ അങ്ങോട്ട് എത്താൻ കുറച്ച് പ്രയാസം. അത് കൊടുക്കണ്ട കേട്ടോ, കൊടുത്താൽ ഉള്ള ഈമാനും പോകും. പള്ളിക്കൊക്കെ ഇപ്പോൾ മുഴുവൻ കൊടുത്തിട്ട് പിന്നെ പെരുന്നാൾ കഴിച്ചു കൂട്ടാനേ അതിനകത്തുള്ള ഈമാനും ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഭാഗമുണ്ട്. അവരാരാ? അവർ മുഴുവൻ കൊടുക്കൂല, കുറച്ച് സൂക്ഷിച്ച് വെക്കും, കുറച്ച് കരുതി വെക്കും. കരുതി വെച്ചിട്ട് 2.5% പാവങ്ങളെ അവകാശം കൊടുക്കും. പിന്നെ അത്യാവശ്യക്കാർ വരുമ്പോഴൊക്കെ അത്യാവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ഭക്തരായ മുഅ്മിനീങ്ങൾ. അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ അവരാ. 2.5% കൊടുക്കും, പിന്നെ ആവശ്യക്കാർ വരുമ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇവർക്ക് ഇങ്ങനെ അള്ളാഹു വർധനവും കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ഭക്തരായ മുസ്ലിമീങ്ങൾ. മൂന്നാമതൊരു ടീമുണ്ട്, ഖിസ്മുൻ യഖ്തസിറൂന അലാ അദാഇൽ വാജിബി ഫലാ യസീദൂന അലൈഹി വലാ യൻഖുസൂന അലൈഹി. മൂന്നാമതൊരു ടീമുണ്ട്, നിർബന്ധദാനമായ സക്കാത്ത് 2.5% കാൽക്കുലേറ്ററിൽ എണ്ണി തിട്ടപ്പെടുത്തി ക്ലിയർ ചെയ്തിട്ട് ആ ഫണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ച് അതങ്ങോട്ട് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പച്ചപ്പാവം വന്നാൽ ഫണ്ട് തീർന്നു പോകാം. ഇത് വിജയികളായ മുഅ്മിനീങ്ങളെ സ്വഭാവമല്ല. എന്തിനാ ഈ സക്കാത്ത് കൽപ്പിച്ചത്? 2.5% കൊടുത്തിട്ട് കയ്യും കഴുകിയിട്ട് പണി നോക്കി പോകാനല്ല. മുസ്ലിമീങ്ങളെ, ഒരു വർഷത്തിൽ നിങ്ങളുടെ 2.5% പാവങ്ങളെ അവകാശമായിട്ട് നിങ്ങൾ കൊടുത്തേക്കണം. നിങ്ങൾ അത് ശീലിച്ചിട്ട് സദാ കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് ഈ സക്കാത്ത് ഞാൻ പറയുന്നത് എന്നാണ് അള്ളാഹ് പഠിപ്പിച്ചത്.
നിസ്കാരം എന്തിനാ നിസ്കാരം? അഖീമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കൂ എന്നാ ഖുർആൻ പറഞ്ഞു. 5 നേരം ഓർത്താൽ മതി എന്നാണോ അതിനർത്ഥം? 5 നേരം ഓർത്താൽ മതി എന്നാണോ അതിനർത്ഥം? അല്ല. ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട 5 യാമങ്ങളിൽ 5 സമയങ്ങളിൽ നിർബന്ധമായും ഓർക്കാൻ കൽപ്പിച്ചതിലൂടെ സദാ ഓർക്കുന്ന ഒരു സെറ്റപ്പിലെത്താൻ വേണ്ടിയാണ് നിസ്കാരം പഠിപ്പിച്ചത്. ഇതുപോലെ സക്കാത്ത് 2.5% കൊടുത്ത് കൈയഴുകി പോകാൻ പാടില്ല. അങ്ങനെ പോകുന്ന ഏത് ആചാര്യനുണ്ടെങ്കിലും ഏത് പണക്കാരനുണ്ടെങ്കിലും അവൻ തെമ്മാടിയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവൻ ഫാസിഖാണ്, അവന് ശിക്ഷയേൽക്കും, ഒരു തർക്കമില്ല. അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഡേഞ്ചർ സോണാ, അപകടമാണത്. ഉണ്ട്, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. ആ 2.5% കൃത്യമാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പച്ച പാവം വന്ന് വാതിൽക്കൽ വന്നപ്പോ പറയാ ഇല്ല, കോടികളും ലക്ഷങ്ങളും ഉണ്ട് അക്കൗണ്ടിൽ. എന്നിട്ടാണ് ഈ ഇല്ലാന്ന് പറയുന്നത്. ഇത് ദുഷ്ടത്തരാ. സക്കാത്ത് അവനിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല, സക്കാത്തിൽ നിന്ന് അവൻ പാഠം പഠിച്ചിട്ടില്ല. ഇതാ 3ാമത്തെ ടീം. 1 മുഴുവൻ കൊടുക്കുന്നവര്, 2 സക്കാത്തും പിന്നെ ആവശ്യത്തിനും കൊടുക്കുന്നവര്, 3 സക്കാത്ത് മാത്രം കൊടുക്കുന്നവര്, 4 കാക്കാമാരിൽ നല്ലൊരു ശതമാനം. 4ാം ഗ്രൂപ്പ് കേട്ടോ, അതാരാ? സക്കാത്ത് പോലും കൊടുക്കാതെ ആരെങ്കിലും വാതിൽക്കൽ വന്ന 5 രൂപ 10 ഉലുവ 50 ഉലുവ കൊടുത്തിട്ട് പിന്നെ കൊടുക്കും, പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിച്ചാല് ബഹുജന സമക്ഷം ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ അതിനൊന്നും തന്നില്ലല്ലോ, തന്നിട്ടില്ലല്ലേ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കല്ലേ, പ്രയാസത്തോടു കൂടെ കൊടുക്കുന്ന നിർബന്ധ അളവായ നിർബന്ധ ദാനമായ സക്കാത്ത് പോലും കൊടുക്കാത്ത കാക്കാമാര് മുസ്ലിമീങ്ങൾ. അവരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്താണെന്നറിയോ? കള്ള കാഫിർ. നിങ്ങൾ എന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല, ഖുർആൻ ഞാൻ ഓതിത്തരാ. അവന്റെ പേര് അള്ള പറഞ്ഞാൽ എന്തറിയോ? മുശിരിക്ക്. അവനെ കുറിച്ച് അള്ള പറഞ്ഞാൽ എന്തറിയോ? മുനാഫിഖ്. ഇനിയിപ്പോ എന്താ വേണ്ടി? 3ഉം കൂടി ആവും അവൻ. ഇവിടെ അള്ള അല്ലാതെ ആരാധന നടത്തുന്ന ബഹുദൈവ ആരാധികൾ വെറും മുശിരിക്കുകൾ മാത്രമേ ഇരിക്കും. ഇവൻ 3ഉം ആവും. സക്കാത്ത് കൊടുക്കാതെ ധനം, അള്ള തന്ന ധനം, അള്ളാഹു അനുഗ്രഹിച്ച് കൊടുത്ത ധനം കെട്ടിപ്പൂട്ടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന മുതലാളിയുണ്ടല്ലോ, അവൻ അള്ളാഹു ഖുർആനിൽ അവനെ കുറിച്ച് പറഞ്ഞത് കാഫിറെന്നാണ്, മുശ്രിക്കെന്നാണ്, മുനാഫിഖെന്നാണ്. കേട്ടോ? വവൈലുൽ ലിൽ മുശ്രികീൻ الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. ഇതിൽ 2 പറഞ്ഞു. ഈ മുനാഫിഖ് വേറെ. ولا يؤتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون. മുനാഫിഖിനെ കുറിച്ച് പറഞ്ഞു. വവൈലുൻ, വവൈലുൻ, നരകത്തിലെ ഏറ്റവും ഭയാനകമായ ശിക്ഷ. അല്ലാഹു ശിക്ഷ കുത്തി നിറച്ചു വച്ചിരിക്കുന്ന വൈലെന്ന നരകത്തിലെ തെരുവ്. ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് എന്ന് വെച്ചാൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരെ ആരാധന നടത്തുന്ന മുശ്രിക്കുകളല്ല ഈ പറഞ്ഞ മുശ്രിക്കുകൾ. അല്ലാഹു ആരാണ് ഈ മുശ്രിക്ക് എന്ന് പറയുന്നു? അല്ലദീന, ഒരു ഗ്രൂപ്പാ. ഞാൻ ഇപ്പോൾ പറയുന്ന മുശ്രിക്കുകൾ ഒരു ഗ്രൂപ്പാ. അത് പള്ളിയിൽ വരും, തൊപ്പി വച്ചിട്ടുണ്ടാകും, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. അല്ലദീന ഒരു ഗ്രൂപ്പാ. ലാ യുഅ്തൂന സക്കാത്ത, അവർ സക്കാത്ത് പോലും കൊടുക്കാതെ പിശുക്കുന്നവരാണ്. അവരാണ് ഈ മുശ്രിക്ക്. അവർക്കാണ് വൈല്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവർ പരലോക കാര്യത്തിൽ നിഷേധികളാണ്, കാഫിറുകളും ആണ്. എങ്ങനെയാ സക്കാത്ത് കൊടുക്കാത്തവൻ മുശ്രിക്കാകുന്നത്? അള്ള പറഞ്ഞത് അള്ളാനെ പൂജിക്കണം എന്നാ. അള്ള പറഞ്ഞ എന്താണ്? എന്താ പറഞ്ഞത്? അള്ള എന്നെ പൂജിക്കുന്ന. അള്ളാനെ കണ്ട് മാറ്റി നിർത്തിയിട്ട് ഈ കോടികളെയും ലക്ഷങ്ങളെയും പൂജിച്ച് കെട്ടിപ്പൂട്ടി വെക്കുന്നവൻ മുശ്രിക്കല്ലേ? അവൻ പൂജിച്ചത് പണത്തെ, ധനപൂജകനാണ് അവൻ. അവൻ മുശ്രിക്ക. എങ്ങനെ അവൻ കാഫിറായത്? അള്ള ധനം തന്നിട്ട് പറഞ്ഞു, എടോ നിന്റെ യോഗ്യത കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല ഞാൻ തന്നതാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിധത്തിൽ എല്ലാം കൂടി നീ കൊടുക്കണ്ട, 2.5% കൊടുക്ക്, പുറമെ അത്യാവശ്യക്കാർക്ക് കൊടുക്കുന്ന് പറഞ്ഞപ്പോ അത് കെട്ടിപ്പൂട്ടി വെച്ചവൻ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവനാ. പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവൻ അത് ചെയ്യൂല. അതുകൊണ്ട് പരലോകത്തിൽ നിഷേധിച്ചവൻ കാഫിറാണ്.
ഈ മുനാഫിക്ക് എങ്ങനെയാകുന്നത്? മുനാഫിക്കിന്റെ ശൈലിയും അവന്റെ സ്വഭാവവും പറഞ്ഞു കൊടുത്ത് ലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല. നിസ്കരിക്കാൻ മുനാഫിക്കങ്ങൾ വരും, നിസ്കരിക്കാൻ ജമാഅത്തിന് മുനാഫിക്കങ്ങൾ വരും. അതെങ്ങനെ വരിക? മടിയന്മാരായിട്ടാ വരിക. മടി ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇവിടെ ചോറ് വെച്ചു കൊടുക്കണം, എന്നാ വരും. തുറന്നങ്ങോട്ട് പറയാം, എന്താ പേടിക്കണത്? അടുത്ത വെള്ളിയാഴ്ച ഇവിടെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബേജാറും ഇല്ലാന്ന്. ഈ വായ കയറിയ അള്ളാഹ്ക്കരെ എന്നെ തീറ്റാന്. നിങ്ങൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, ചോറ് വെച്ചാ വരും അല്ലേ? ചോറ് വെച്ചോക്കട്ടെ, ഓരോ ജമാഅത്തിന് എത്ര ആളുണ്ടാവുന്നു ഒന്ന് കണക്കൂട്ടി നോക്കുക. മുനാഫിക്കങ്ങളുടെ സ്വഭാവം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥനക്ക് വരുമ്പോ മടിയായിരിക്കും, കുസാല, മടി. ആവേശം വേണോ? തീൻ വെക്കണം, തീൻ തീൻ തീനുൽ ഇസ്ലാമാണിതേ, ദീനല്ല തീനുൽ ഇസ്ലാം. അങ്ങനെ ഒന്നുണ്ട്. മടിയന്മാരായിട്ടാണ്, ആവേശമുണ്ടാകൂല പ്രാർത്ഥനക്ക് വരാൻ. പിന്നെയോ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അവര് കൊടുക്കണമെങ്കിൽ വല്ലാത്ത മനപ്രയാസമായിരിക്കും, വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. കൊടുത്താൽ അങ്ങോട്ട് ആവൂല. അത് വളരെ ബലാത്കാരത്തിൽ നിർബന്ധത്തിന് വഴങ്ങി പള്ളി കമ്മിറ്റിക്കാർ 3 വട്ടം ചെന്നു, പിന്നെ 4ാമത് ചെന്നു, 10 വട്ടം ഫോൺ ചെയ്തു. ഇനി കൊടുക്കാണ്ട് പറ്റൂലെന്ന് കണ്ടപ്പോ അപ്പൊ ഒരു പറഞ്ഞു പോയതല്ലേ ആവേശത്തിന്റെ പുറത്ത്, കിടക്കട്ടെ ഭണ്ഡാരങ്ങട്ടെ കൊടുക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇവൻ മുനാഫിഖാണെന്ന അല്ലാഹ്. പള്ളി കമ്മിറ്റിക്കാർ എത്ര തവണ വരണം വീട്ടു പഠിക്കല്, പിച്ചച്ചട്ടി എടുത്തിട്ട്. എന്നാ തന്നെ കൊടുക്കാനുള്ളൊരു പ്രയാസം. പിന്നെ എന്തോരം തവണ ഫോൺ ചെയ്യണം? മടിയന്മാരായിട്ട് മനപ്രയാസത്തോടെ ദാനം ചെയ്യുന്നവർ അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കുന്നവരുണ്ടല്ലോ, ആവേശമില്ലാതെ ദാനം ചെയ്യുന്നവർ അവർ മുനാഫിഖുകളാണ്. ഇവരെ കള്ളക്കാഫിര്യങ്ങളായിട്ടാണ് സ്വഹാബത്തും കണ്ടത്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. മുസ്ലിമീങ്ങൾ ആകെ പ്രതിസന്ധിയിലായ ഘട്ടമാണത്. അവരുടെ ആവേശം ചോർന്നു പോയ സമയം. ആ വിരഹ ദുഃഖത്തിൽ അവർ പ്രയാസപ്പെടുമ്പോൾ വേറെ ചില പരീക്ഷണം, കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ചില കള്ളപ്രവാചകന്മാർ രംഗത്ത് വരികയാണ്. നീ ഞാനാ നബി എന്നും പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒരു ടീം വന്ന് പറഞ്ഞു, 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പാകെ വന്ന് പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കാൻ മദീന പള്ളിയിലേക്ക് വരാം, 5 വക്തിനും ജുമഅക്കൊക്കെ വരാം, പക്ഷേ ഞങ്ങൾ ഇനി സക്കാത്ത് ഞങ്ങൾ തരൂല. റസൂല് പോയില്ല, ഇനിയിപ്പോ അങ്ങനെ സക്കാത്ത് വേണ്ടല്ലോ, നിസ്കരിക്കാൻ വരാന്ന് പറഞ്ഞു. മഹാനായ 1-ാം ഖലീഫയുടെ പ്രഖ്യാപനം ഇന്നും ചരിത്ര താളുകളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വല്ലാഹി, ആ പ്രഖ്യാപനം മുഴങ്ങി കേൾക്കുക ലോകത്ത്. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ. വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹി. ബുഖാരി അടക്കം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ തന്നെ സത്യം, നിസ്കാരം വേറെ സക്കാത്ത് വേറെ. നിസ്കരിക്കാൻ വരാം, സക്കാത്ത് കൊടുക്കൂല എന്നീ വേർതിരിവ് പറയുന്ന ആളുകളോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അബൂജഹലിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടും വാളെടുത്ത് പടവെട്ടിയതുപോലെ അന്തുവിനോടും മുഹമ്മദിനോടും പോക്കരോടും അബ്ദുറഹ്മാനോടും ഞാൻ വാളെടുത്ത് പടവെട്ടും. വല്ലാഹി വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഒട്ടകത്തിന്റെ കയർ ഏതൊരുത്തനെങ്കിലും നിഷേധിച്ചാൽ, ഒട്ടകത്തിന് സക്കാത്ത് തന്നു, ഒട്ടകം നിശ്ചിത അളവിലെ എണ്ണത്തിലുണ്ടായ ഒട്ടകം സക്കാത്ത് കൊടുക്കണം. ആ നബി ഉണ്ടായിരുന്ന കാലത്ത് ഒട്ടകം കൊടുക്കുമ്പോ കൂടുതൽ കയർ പിടിക്കാൻ ആ കയറാരെങ്കിലും തടഞ്ഞു വെച്ചാൽ അതിന്റെ പേരിൽ ലഖാതലതുഹും അലാ മൻഇഹി. ഒട്ടക കയർ പിടിച്ചു വെച്ചതിന്റെ കാര്യത്തിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും, 1% ഞാൻ വിട്ടുകൊടുക്കൂല. കള്ള കാഫിറുകളെ കൊല്ലുന്നത് പോലെ കൊല്ലും ഞാൻ അവരെ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇതിപ്പോ ഇന്ത്യ രാജ്യത്ത് ഇതൊന്നും ബാധകമല്ലട്ടോ, ഇത് ടെററിസമാണ്, മറ്റേതാണ്, ആരും വാട്സപ്പിൽ പിടിച്ചിട്ടാണ് വിടണ്ട. ഇത് മുസ്ലിമീങ്ങളോടുള്ള പ്രസംഗാണ്. കാഫിറുകളോട് എങ്ങനെ പെരുമാറി അതുപോലെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇങ്ങനത്തെ ടീമേ സാധാരണക്കാരിലുണ്ട്. എങ്ങനത്തെ ടീം? സക്കാത്ത് കൊടുക്കാത്ത ടീം സാധാരണക്കാരിൽ ഇഷ്ടം പോലെ ഉണ്ട്, പണ്ഡിതന്മാരിൽ പോലും ഉണ്ട്. പണ്ഡിതന്മാര് പിന്നെ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അതിന് വകുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ട്, ഞങ്ങളെ പുച്ചിക്കണ്ട. അതെന്താ വകുപ്പ്? മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ കാലത്തൊരു മുമ്മണി വലിയ പണ്ഡിതൻ, അദ്ദേഹം എന്ത് ചെയ്യും? സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ കണക്കെടുപ്പിന് വരുമ്പോ അദ്ദേഹം ഒരു ട്രിക്ക് പ്രയോഗിക്കും. എന്താ ട്രിക്ക്? ഇപ്പോ
ധനത്തിനൊരു കണക്കുണ്ടല്ലോ, ഒരു 10.5 പവന്റെ മൂല്യം. അതാണ് ഇപ്പോൾ നമ്മുടെ ഷാഫി മദ്ഹബിലെ പ്രബലമായ 10.5 പവന്റെ ക്യാഷോ അല്ലെങ്കിൽ അണിയാത്ത ആഭരണം നിധി നിക്ഷേപമാക്കി ലോക്കറിൽ ഇട്ടതോ 10.5 പവനോ അതിന് മീതയോ, അപ്പൊ അവർക്കേ സക്കാത്തുള്ളൂ. 5 പവനോ 2 പവനോ ഒക്കെ ചുമ്മാ ആഭരണമല്ലാതെ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ അതിനില്ല. കാരണം ധനികരിൽ നിന്ന് പിരിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്ന പണിയാണ് സക്കാത്ത്. 2 പവന് 19,000 രൂപ ഉള്ളവന് മുതലാളി എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ 10.5 പവൻ വേണം. ഈ മൊയ്ലിയുടെ അടുത്ത് എത്ര ഉണ്ട് എന്നറിയാം നിങ്ങൾക്ക്? 20 പവൻ ഉണ്ട്. 20 പവൻ ഉണ്ട്. അബൂ ഹനീഫ ഇമാമിന്റെ കാലത്തുള്ള മൊയ്ലിയുടെ കഥയെ പറയുന്നത്. അപ്പൊ സക്കാത്ത് പിരിക്കണ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് 20 പവൻ കാണുകയുള്ളൂ. അപ്പൊ പറയും 10 എന്റേതാ, 10 കെട്ടിയോളതാണ് കേട്ടോ പറയും. എന്താ ചെയ്യാ? 10 കെട്ടിയോളതാ, 10 എന്റതും, 10 വേണ്ടേ? അപ്പൊ കണക്കില് ഇല്ല, അപ്പൊ വിട്ടു. അബൂ ഹനീഫ ഇമാമിന്റെ മുന്നിൽ ഈ കേസെത്തി. ഇമാം എന്താ പറഞ്ഞത്? ഒരു രക്ഷയില്ല, ദുന്യാവിലെ കോടതിയിൽ അങ്ങേരെ പിടികൂടാൻ ഒരു വകുപ്പില്ല. അള്ളാഹ് കുടുങ്ങിയില്ലേ? അള്ളാഹ്ക്ക് വെറുതെ വിടാൻ പറ്റുമോ ഈ ഹംക്കിനെ? എന്നാ ശിക്ഷിക്കാൻ പറ്റുമോ? കണക്കില്ലല്ലോ, പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കുന്നതല്ലേ. ഉദ്യോഗസ്ഥൻ പോയാൽ അവന് മേടിക്കും. പിന്നെ പിറ്റത്തെ കൊല്ലം അവർ കണക്ക് കൂട്ടാൻ വീണ്ടും പെണ്ണുങ്ങൾക്ക് പൗതിന് എഴുതി കൊടുക്കും. ഇങ്ങനത്തെ പല വളവന്മാരുണ്ട്. പണ്ട് പലിശ ഹീലത്തുരിബ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. പലിശയിൽ നിന്ന് എസ്കേപ്പ് ആകാനുള്ള ഒരു മാർഗം. ഒരു ഭരണിയിൽ ഒരാള് പലിശക്ക് പൈസ കൊടുച്ചു വന്നു. 100 രൂപ പലിശക്ക് വേണം, 100 രൂപ പലിശക്ക് വേണം. ഞാൻ പലിശ കൊടുക്കൂല, ഞാൻ കച്ചവടം നടത്തുള്ളൂ. ഒരു ഭരണിയിൽ 100ന്റെ തുട്ടുകളിട്ട്, പണ്ടത്തെ കാലത്ത് ഒരു പഴയ 10-100 വയസ്സുള്ള ഒരു വന്യ വയോധികനായ ആൾ എന്നോട് അനുഭവം പറഞ്ഞതാ. ഒരു ഭരണിയിൽ 100ന്റെ തുട്ടിട്ട് 100 രൂപയാക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇത് 125 രൂപക്ക് വിറ്റു, നീ സ്വീകരിക്കുന്നു പറയടാ. ഞാൻ സ്വീകരിച്ചു. നീ തരുമ്പോൾ നീ 125 തരണം, കാരണം ഭരണിയുടെ വിലയല്ലേ. 2 മാസം കഴിഞ്ഞ് 125 തന്നു. പലിശ അല്ല കേട്ടോ, കാരണം ഭരണിയിലിട്ട ആ സാധനത്തിന്റെ വിലയാണ്. അള്ളാഹ്ക്ക് ഇവനെ വെറുതെ വിടാൻ പറ്റുമോ? ഇത് ചതിയല്ലേ? എന്നാ പിടിക്കാൻ പറ്റുമോ? കച്ചവടത്തെ അള്ളാഹ് അനുവദിച്ച അള്ളാഹു കച്ചവടം അനുവദിച്ചിട്ടുണ്ട്. ഈ ജാതി ആളെ അള്ളാഹ് എന്ത് ചെയ്യുന്നു? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി പറയുന്നുണ്ട്, അള്ളാനെ ചതിക്കാൻ നോക്കിയാ വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു സൂപ്പർ ചതിയനാണെന്ന് വിശുദ്ധ ഖുർആൻ. വല്ലാഹു ഖൈറുൽ മാകിരീൻ, സൂപ്പർ ചതി അള്ളാഹ്ക്കറിയാം. ഇമാം ഗസാലി എന്താ പറഞ്ഞ? ഈ വക സാധനങ്ങൾ അള്ളാഹ് നരകത്തിൽ ഇടൂല. നരകത്തിലിടാൻ വകുപ്പില്ലല്ലോ, ഇടൂല. അള്ളാഹ് എന്ത് ചെയ്യും? ഒരു ചെമ്പിൽ ഇറക്കി നിർത്തും. എന്നിട്ട് ആ ചെമ്പ് അള്ളാഹ് കൊണ്ടുപോയി നരകത്തിലിടും. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാനെ ചതിക്കാൻ നോക്കിയാൽ അള്ളാഹു കൊടും ചതിയനായി വരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ലൊട്ടിലൊടുക്കൊന്നും നടക്കൂല. മര്യാദക്ക് കൊടുത്തോ സക്കാത്ത്. ഇല്ലെങ്കിൽ കാക്കാമാരെ ലിസ്റ്റിലൊക്കെ പേരുണ്ടാവും, ജമാഅത്തിന്റെ രജിസ്റ്ററിലും പേരുണ്ടാവും. മരിച്ചെന്ന ഖബറിൽ മറ്റേതായിരിക്കും, മഹ്ശറയിലും മറ്റേ ഗ്രൂപ്പിലായിരിക്കും. നരകത്തിൽ വെന്തുരുകേണ്ടി വരും. ഈ കെട്ടിപ്പൂട്ടി വെച്ചത് കൊണ്ട് തന്നെ അള്ളാഹു തല്ലും എന്ന് ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കും.